ഹായ് ഗായ്സ്, ഇന്നത്തെ സെക്ഷനകത്ത് നിങ്ങളെല്ലാം എക്സൈറ്റഡ് ആയിട്ടിരുന്ന അനാട്ടമി ഡൈസെക്ഷൻ്റെ വീഡിയോ ആണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. അപ്പം നമുക്ക് കടാവറിൻ്റെ വീഡിയോസ് എടുക്കാൻ വളരെയധികം ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് ചെറിയ ചെറിയ ഷോട്ട്സുകൾ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഫോർമാലിനുള്ള ബോഡീസ് നമ്മൾ കണ്ട്, പിന്നെ കുഞ്ഞു ന്യൂ ബോൺ ബേബീസിനൊക്കെ കൊടുത്തിട്ടുള്ളതുണ്ട്. അത് ഇന്ന് മോർണിംഗ് ഒന്ന് ബേബി ഉണ്ട്. അതിൽ -10°C അത് അവിടെ ബോഡീസ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ആ റൂമിൽ നല്ല തണുപ്പാണ്, കുറേ ബോഡീസ് ഉണ്ട്. അപ്പോൾ ഇനി ഒരു നെക്സ്റ്റ് ബാച്ചിന് ഡൈസെക്റ്റ് ചെയ്യാനുള്ള ബോഡി ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അവർ ഡോക്ടറെ കാണിച്ചു തന്നു. ഉള്ളിൽ വീഡിയോസ് എടുക്കാൻ പറ്റാത്തതാണ് അതിൻ്റെ വീഡിയോ എടുക്കാതെ. അതേപോലെ തന്നെ 21 ബോഡീസ് അതിനകത്ത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. അത് ഇവിടെ തന്നെ റോബോട്ടിക് സർജറിക്ക് വേണ്ടി ചെയ്യാനുള്ള ബോഡീസ് ആണെന്നാണ് ഇത് പറഞ്ഞേക്കുന്നത്. Because this is anterior surface and this is superior surface, this is right surface, this is posterior and this is inferior. You can hold it like this. Otherwise, this is vena cava. To put the thumb in the vena cava. This is holding the visceral and anatomical portion. Anterior surface, it face anteriorly. Superior surface, right surface, posterior surface, and inferior surface, also called visceral surface. You hold it like this. Otherwise, hold it like this. And this is peritoneum. Okay, peritoneum. അപ്പം നമുക്ക് അനാട്ടമിയുടേത് തിയററ്റിക്കലായിട്ടുള്ള ക്ലാസ്സുകളാണ് വരുന്നത്. അപ്പം അതെല്ലാം ഡൈസെക്ഷൻ ഹോളി വെച്ച് തന്നെയാണ്. അതിനുശേഷം നമുക്ക് ബോഡി പാർട്സ് കാണിച്ചു തരും. അപ്പോൾ നമുക്ക് ഫുൾ ബോഡി കടാവർ നമ്മൾ ഓൾറെഡി നമുക്ക് ഫ്രീസറിൽ അവർ കയറ്റി കാണിച്ചു തന്നു. അപ്പോൾ അതിൽ ഫ്രീസറിൽ ഏകദേശം ഒരു 21 ബോഡീസ് വെച്ചിട്ടുണ്ട്. അത് ആ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ റോബോട്ടിക് സർജറീസ് അതിനകത്ത് അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഫോർമാലിനകത്ത് അറൗണ്ട് അതിപ്പം എണ്ണമൊന്നും പറയാൻ പറ്റില്ല. അതേപോലെ ബോഡീസ് ഇങ്ങനെ ഫോർമാലിനകത്ത് ഇട്ട് വെച്ചേക്കാണ്. അപ്പം നമുക്ക് ഡൈസെക്റ്റഡ് ആയിട്ടുള്ള പാർട്സ് ആണ് തരുന്നത്. കാരണം ലൈക്ക് നമുക്ക് ഡൈസെക്ഷൻ 2 ദിവസം കൊണ്ട് ഫുൾ ഡൈസെക്ഷൻ നടക്കില്ല. സോ നമുക്ക് ഒരു ദിവസം അപ്പർ ലിംബ്, ലോവർ ലിംബ്, അങ്ങനെ പിന്നെ സെക്കൻഡ് ഡേ ഇന്റേണൽ ഓർഗൻസും മറ്റ് കാര്യങ്ങളുമായിട്ടായിരുന്നു. അപ്പം അത് നമുക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായി. കാരണം നമുക്ക് ഉസ്ബെക്കിസ്ഥാനിൽ കടാവറില്ല. സോ ഇവിടെ കിട്ടിയപ്പോൾ അത് എല്ലാ സ്റ്റുഡൻസിനും അടിപൊളിയായിട്ട് കുറേ കാര്യങ്ങൾ ഡയറക്റ്റ് കണ്ട് മനസ്സിലാക്കാൻ പറ്റി. സോ അത് ഭയങ്കര ഹെൽപ്ഫുള്ളായി. അപ്പോൾ ഗൈസ്, നമ്മുടെ മോർണിംഗ് സെക്ഷൻ കഴിഞ്ഞ് മോർണിംഗ് സെക്ഷനിൽ അനാട്ടമി ആയിരുന്നു, ഡൈസെക്ഷൻ ആയിരുന്നു. അപ്പം നെക്സ്റ്റ് നിങ്ങൾ കാണാൻ പോകുന്ന സെക്ഷൻ എന്താണെന്ന് വെച്ചാൽ നെയ്സൽ ട്യൂബ് ഇടുന്നതും അതേപോലെ തന്നെ എയർവേ മാനേജ്മെൻറ്റ്. അതായത് നമ്മളിപ്പോൾ ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ള പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ടങ്ക് കൊണ്ട് അവരുടെ എയർവേ ബ്ലോക്ക് ആവും, നമുക്ക് ബ്രീത്ത് എടുക്കാൻ പറ്റാത്ത കണ്ടീഷൻ വരും. അങ്ങനെ വരുമ്പോഴത്തേനും അവിടെ എങ്ങനെയാണ് ട്യൂബ് ഇടുന്നത്, അങ്ങനത്തെ പ്രൊസീജിയേഴ്സ്. ഇപ്പം നിങ്ങൾ കാണുന്ന വീഡിയോ എന്ന് പറയുമ്പോഴത്തേനും ഒറ്റ ദിവസത്തെ അല്ല, 2-3 ദിവസത്തെ വീഡിയോസ് ജോയിൻ ചെയ്തിട്ടുള്ളതാണ്. കാരണം നമുക്കറിയാം, ഞാനിപ്പോൾ അവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനാണ് പോയത്. സോ നമുക്ക് ഒരുപാട് വീഡിയോസ് ഇങ്ങനെ ഫുൾ എടുക്കാനുള്ള സിറ്റുവേഷൻ കിട്ടുന്നില്ല. സോ സിറ്റുവേഷൻ ഫേവറബിളായി വരുന്ന ടൈമിൽ മാത്രം നമ്മൾ ചെറിയ ചെറിയ ഷോർട്സ് എടുത്തിട്ട് ആഡ് ആക്കുന്നതാണ്. ഈ സാറന്മാരൊക്കെ ഓൾറെഡി വീഡിയോ എടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. എന്നാലും നമുക്ക് അവർ ക്ലാസ് എടുക്കുന്ന സമയത്ത് എടുക്കുന്നവർക്ക് ഭയങ്കര ഇറിറ്റേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ നമ്മൾ കുറച്ച് വെച്ച് വീഡിയോസ് എടുക്കുന്നുണ്ട്. ആക്ച്വലി ഇത് ഒരുപാടുണ്ട്, പക്ഷെ എന്നാലും അതിനകത്ത് കുറച്ച് പാർട്സ് മാത്രമേ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുള്ളൂ. From the tip of the nose, that is the first landmark, tip of the nose to tragus cartilage. Okay, tip of the nose to tragus cartilage to gland, larynx and all, they move upwards on swallowing. So the purpose of swallowing is bring the small one. See here. So when swallowing occurs, the larynx moves upwards because the swallowing is for food. So food needs to go to the esophagus. At that time, it is better if the airway inlet is closed. So the epiglottis will close the laryngeal inlet.
വന്നില്ല ഇത് വന്നിട്ടുണ്ട്. ആ മതി മതി. അത് ഇനി ഇഞ്ചക്ഷൻ കൊണ്ടുപോയി. എയർ കൊടുത്തോക്ക്. ഞാൻ വെള്ളസാനം ഊര്. ഇനി അത് കൊടുക്ക്, എയർ കൊടുക്ക്. അതല്ല മറ്റേ കൊടുക്ക്. മറ്റേ അത് അവിടെ ഇരിക്കണം. ആ ഷിബിലിന്റെ അവിടെ. But when it is you are not able to do, then you can do that. But as ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യൂറിൻ ബാഗ് ഇടുന്ന പ്രൊസീജിയറാണ്. അപ്പം നമ്മൾ അതിൻ്റെ ഫുൾ വീഡിയോ എടുത്തിട്ടില്ല. നമ്മൾ കുറച്ച് വീഡിയോ മാത്രമേ ഷൂട്ട് ചെയ്തുള്ളൂ. കാരണം നമുക്ക് പ്രാക്ടിക്കലി ഒരുപാട് ചെയ്ത് പഠിക്കാനുണ്ടായിരുന്നു. സോ അതിനുള്ള ടൈം കിട്ടിയില്ല. അതിനകത്ത് ജസ്റ്റ് ചെറിയ ഷോർട്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ആ പ്രൊസീജിയറിൻ്റെ വീഡിയോയിൽ ജസ്റ്റ് തുടക്കം മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. നമ്മള് നൈറ്റ് വാക്കിന് പോവാണ് ഈ രാത്രിയില്. രാത്രി ആയില്ല, രാവിലെ നൈറ്റ് വാക്ക് ചെയ്യാൻ പറ്റും. പറയും ഒരുത്തി ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ID കാർഡ് പോലും ഊരിയിട്ടില്ല. ഒരു പെണ്ണൊക്കെ താല്പര്യം പറയാ കമന്റിലോ. അതെ, എന്താണ് ID? ഷിബിൽ 0.0. സാന്ദ്രനെ മേഘനെ തിരിച്ചറിയുന്നതിനാന്ന് പറഞ്ഞെടുക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ പേര് സാൻഡ്ര. ഇത് മേഘ. നിക്ക് പോലെ സാന്ദ്ര പറഞ്ഞെടുക്ക്. തിരിച്ചറിയിക്കുന്നവർക്ക് 100 രൂപ ജയിക്കാൻ. ഞാൻ പറഞ്ഞുതരാം. സാന്ദ്രയ്ക്ക് മുഖത്തിന് വണ്ണുണ്ട്, അത്ര ഒന്നുമില്ല. മേഘ ഒന്നുമില്ല. ഗൈസ്, ഇതാണ് GSL മെഡിക്കൽ കോളേജിന്റെ നൈറ്റ് വ്യൂ. എവിടെ ഗൈസ്, നമ്മളിപ്പോൾ പോകുന്നത് GSL മെഡിക്കൽ കോളേജിൻ്റെ അകത്ത് തന്നെയുള്ള അമ്പലത്തിലേക്കാണ്. ഗൈസ്, നമ്മളിപ്പോ ആന്ധ്രാപ്രദേശിൽ നിന്ന് KFC ഓർഡർ ചെയ്ത് 7 മിനിറ്റ് റൂള് കിട്ടൂല നമുക്ക് നോക്കാം. നമ്മള് ഫുഡ് ഓർഡർ ചെയ്ത ടൈം നോക്കിയേ, 8:07 നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തത്. നോക്കാം. 7 മിനിറ്റ് റൂളൊന്നുമല്ല ഗൈസ്. ഫൈനലി നമുക്ക് കിട്ടി ഗൈസ്, കിട്ടി. 7 മിനിറ്റ് റൂളിൽ 2 ദിവസം എക്സ്ട്രാ. ഇവിടുത്തെ KFC എങ്ങനെയുണ്ട്? ടേസ്റ്റ് വ്യത്യാസം ഉണ്ടോ? കുറച്ചുകൂടെ സ്പൈസി ആണെന്ന് തോന്നുന്നല്ലേ? പെരി KFC. ഗൈസ്, അങ്ങനെ നമ്മള് KFC ഒക്കെ കഴിച്ചിട്ട് തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോവാണ്. ബൈ, സൈനിങ് ഓഫ്.